എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ടീച്ചിങ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി കേറ്ററ്റിന് ഒരുപാട് ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് ചലഞ്ച് എന്നുള്ള രൂപത്തിൽ രാജേശ്വരി മിസ്സിൻ്റെ ഹിറ്റ് ക്ലാസ്സുകളാണ്. അതുകൂടാതെ കേറ്ററ്റ് വോയേജ് എല്ലാ വിഷയങ്ങൾക്കും ഉള്ള റിവിഷൻ നൽകുന്നുണ്ട്. മാരത്തോൺ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ പരീക്ഷ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ലൈവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിശ്വസിക്കാവുന്ന ഒരു ടീച്ചിങ് ചാനലായി നമ്മുടെ ചാനൽ മാറിക്കഴിഞ്ഞു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്, അത് നിങ്ങൾ വെറുതെ കളയരുത്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേറ്ററ്റ് കാറ്റഗറി 1, 2, 3ക്ക് സ്ഥിരമായിട്ട് കഴിഞ്ഞ തവണ ഇംഗ്ലീഷിൽ 30 മാർക്കിൽ ചോദിച്ച ഒരു ഭാഗമാണ് ഫിഗർ ഓഫ് സ്പീച്ച്. അതായത് സിമിലി, മെറ്റഫർ, പെഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, അസൊനൻസ്, മെറ്റോണിമി, ഓക്സിമോറോൺ ഇങ്ങനെ തുടങ്ങുന്ന ഒരു 15 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ, എത്ര എണ്ണമാ? ഒരു 15 എണ്ണം എന്താണെന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അതിൽ 5 എണ്ണം സൂപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പരീക്ഷകളിലിരിക്കുമ്പോൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ, കേറ്ററ്റ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് കാണണം. സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇങ്ങനെ ചോദിക്കും, ഒരു പൊയത്തിൽ നിന്നുള്ള ഒരു ലൈൻ തന്നിട്ട് ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ചിന് ഉദാഹരണമാണ്? താഴെ കൊടുത്തിരിക്കും അലിട്രേഷൻ, ഓക്സിമറോൺ, പെഴ്സോണിഫിക്കേഷൻ നമ്പർ കൊടുത്തിരിക്കും. അതിലെ 5 എണ്ണം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള 10 എണ്ണം പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇതതിൻ്റെ പാർട്ട് 1 ആണ്. ഒരിക്കൽ കൂടി പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടെ, ഇംഗ്ലീഷിൻ്റെ ടിപ്സ് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ചലഞ്ചറിൻ്റെ കേരള PSCയുടെ മെയിൻ ചാനലുണ്ട്. ഇതിൻ്റെ തന്നെ മെയിൻ ചാനൽ, അതിനകത്ത് പ്ലേലിസ്റ്റിൽ ഒരു 40 ക്ലാസ് കിടപ്പുണ്ട്. ആ ക്ലാസ് മതിയാവും നിങ്ങൾക്ക് കേറ്ററ്റിലെ മുഴുവൻ ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാൻ. അതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരാളാണ്. ആപ്പിൽ വരുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, താണ്ടേ സിമിലി. നമ്മൾ മലയാളത്തിൽ ഇതിനെ വിളിക്കുന്ന പേര്, സിമിലി എന്ന് പറയുന്ന വാക്കിനെ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് ഉപമ എന്നാണ്. ഉപമ. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ. അതായത് നിന്റെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. പോലെ എന്നർത്ഥം വരുന്ന ആസ്, ലൈക്ക് എന്നീ പ്രയോഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് സിമിലി വരുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? പോലെ എന്നർത്ഥം വരുന്ന ആസ്, ലൈക്ക് എന്നീ 2 പ്രയോഗങ്ങൾ വരുമ്പോഴാണ് ഉപമ ആയി മാറുന്നത്. ഇത് കവിതകളിൽ വരാം, അല്ലാതെ നമ്മളിപ്പോൾ ഹീസ് ആസ് ബിസി ആസ് എ ബി, അവനൊരു തേനീച്ചയെ പോലെ ബിസിയാണ്, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതൊരു കവിതാശകലം ഒന്നുമല്ല. എന്നാൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു കവിതയാണ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എൻ്റെ പ്രേമം എന്ന് പറയുന്നത് ഒരു ചുവന്ന റോസാ പുഷ്പത്തെ പോലെയാണ് എന്ന് പറയുന്നുണ്ട് സിമിലി. അപ്പം നിങ്ങൾ പരീക്ഷകളിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആസ്, ലൈക്ക് എന്നീ 2 പ്രയോഗങ്ങൾ വന്നാൽ അത് സിമിലി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ HW ലോങ്ഫെലോ എന്ന് പറയുന്ന അമേരിക്കക്കാരനായ കവിയുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്, അതായത് ഈ സൂര്യപ്രകാശത്തിൻ്റെ പ്രഭാവത്താൽ മലമുകളിലെ മൂടൽമഞ്ഞ് മാറുന്നതിനെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന പട്ടാളക്കാരെ പോലെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ എന്നാണ് പറയുന്നത്. ആസ് ദ ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ, അതായത് ഹോസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം സോൾജിയേഴ്സ്. അപ്പോൾ ആസ്, ലൈക്ക് അവിടെ കാണും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും വേറെ വിഷയം പഠിപ്പിക്കുന്നതാണെങ്കിലും ഇനി കേറ്ററ്റ് സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ആസ്, ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് സിമിലി ആവൂ. അതുകൊണ്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ ചോദിച്ചത് പെഴ്സോണിഫിക്കേഷനും ഓക്സിമോറോണും ഒക്കെ ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ മെറ്റഫർ. സിമിലി പോലെ തന്നെയാണ് മെറ്റഫർ. ആസും ലൈക്കും വരത്തില്ല. പിന്നെ എന്ത് വരും? കണ്ടുപിടിക്കാനുള്ള മാർഗം ഈസ്, ആമ്, ആറ്, വാസ്, വേറ്. ഈ സംഭവം ആണ്, ആയിരുന്നു എന്ന് പറയും. അതായത് സിമ്പിളായിട്ട് ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം. ഒരെണ്ണം ഒന്നിനോട് ഉപമിക്കുക, എന്നാൽ മറ്റേത് അത് തന്നെയാണെന്ന് പറയുക. ഇപ്പം ഞാനും നീ ഒന്നാണ് എന്ന് പറയുന്നത് പോലെ, നീ അവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമിലിയാണ്. നീ അവനാണ് എന്ന് പറയുമ്പം അത് മെറ്റഫറാണ്. അതുകൊണ്ടാണ് ഈസും, ആമും, ആറും, വാസും, വേറും വരുന്നത്. ഇപ്പം മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറഞ്ഞപ്പോൾ സിമിലിയാണ്. എന്നാൽ മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രേമം എന്ന് പറയുന്നത് ഒരു ചുവന്ന റോസാ പുഷ്പമാണ്, റോസാ പുഷ്പത്തെ പോലെയല്ല. അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റഫർ. കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈസും, ആമും, ആറും, വാസും, വേറും കാണും. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. അതായത് നമ്മുടെ ആരുടെയാണ് +2 പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, എനി വുമൺ എന്ന് പറയുന്ന കാതറിൻ ടൈനാൻ്റെ ഒരു കവിതയുണ്ട്. കാതറിൻ ടൈനാൻ്റെ കവിതയ്ക്കകത്ത് പറയുന്നുണ്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ഞാൻ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന സ്നേഹമാകുന്ന വെളിച്ചമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന സ്നേഹമാകുന്ന വെളിച്ചമാണ് എന്ന് പറയും. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ആ കവിതയിലുടനീളം ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്, ഐ ആം ദ
റൂഫ് ഓഫ് എന്നൊക്കെ പറയുന്നത്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഐ ആം ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അയാം എന്ന് പറയുന്ന എല്ലാം മെറ്റഫറാണ്. മനസ്സിലായല്ലോ? ഈ മെറ്റഫർ എന്ന് പറഞ്ഞാൽ അതാണ്. ഒന്നിനെ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തില്ല, ഒന്ന് മറ്റേതാണ് എന്ന് തറപ്പിച്ച് പറയുക. ഞാനും നീയും ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറാണ്. എന്നാൽ ഞാൻ നിന്നെ പോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് സിമിലിയ. വ്യത്യാസം മനസ്സിലായോ? കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഈസ്, ആമാറ്, വാസ്, വേറെ വരും. മനസ്സിലായോ? ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദ ഗ്ലോറീസ് ഓഫ് ഫോർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. ആർ ഷാഡോസ് എന്നാണ്. ഗ്ലോറീസ് ഓഫ് ഫോർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പദവിയുടെയും മഹിമ എന്ന് പറയുന്നത് നിഴൽ രൂപം മാത്രമാണ് എന്ന് പറയുന്നു. അതായത് പാരമ്പര്യവും പദവിയും കൊണ്ട് അഹങ്കരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, മരണം എല്ലാത്തിനെയും തകർക്കാം, ആണ് എന്ന് പറയുന്നുണ്ട്. അതാണ് ആർ. മനസ്സിലായോ? നെക്സ്റ്റ്, പെഴ്സോണിഫിക്കേഷൻ. ഡെത്ത് ലൈസ് ഇസ് ഐസി ഹാൻഡ് ഈവൻ ഓൺ കിങ്സ്. ജീവനില്ലാത്ത ഒരു സാധനത്തെ, അത് എന്തു ആയിക്കോട്ടെ, അതിനെ മനുഷ്യരൂപം കൽപ്പിക്കുന്നതിനെയാണ് പെഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് കടലമ്മ, പെഴ്സോണിഫിക്കേഷനാണ്. കടലൊരു ജീവനുള്ള അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഭാരതാംബ ഒരു രാജ്യമാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട് സൂര്യ ഭഗവാൻ, ഇതാണ് സംഭവം. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പം ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിത ജെയിംസ് ഷേർലിയുടെ, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് ഈവൻ ഓൺ കിങ്സ്. രാജാക്കന്മാരുടെ മേൽ വരെ മരണം അതിൻ്റെ തണുത്തുറഞ്ഞ കൈകൾ പ്രയോഗിക്കുന്നു. മരണത്തിന് കൈകളുണ്ടോ? ഇല്ല. എന്നാൽ മരണത്തെ കൈകൾ എന്ന് പറയുമ്പോൾ മനുഷ്യനാണ് കൈകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെഴ്സോണിഫിക്കേഷൻ ഈ വാക്കാണ് കാണിച്ചു തരുന്നത്. ഷീ ഈസ് ദ ലാർജസ്റ്റ്, ടൈറ്റാനിക് എന്ന് പറയുന്ന കവിത, റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട്, ഷീ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ആൾ ദാറ്റ്. ഷീ ഈസ് എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അവളൊരു ഇരുമ്പിലും ഉരുക്കിലും നിർമ്മിച്ച കവിതയായിരുന്നു. അവൾ അന്നേ വരെ നിർമ്മിക്കപ്പെട്ടുള്ള ഏറ്റവും വലിയ ഷിപ്പായിരുന്നു. ഷിപ്പ് ജീവനുള്ളതാണോ? ഒരു പെണ്ണാണോ? അല്ല. ഇങ്ങനെ പറയുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് പെഴ്സോണിഫിക്കേഷൻ. സിമിലിയായി, മെറ്റഫറായി, പെഴ്സോണിഫിക്കേഷനായി. ഇതേ ചോദിക്കൂ. ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് കിട്ടും, ഉറപ്പാണ്. കേറ്ററ്റ് കാറ്റഗറി 1 ഇത് തന്നെ. അതുകൊണ്ടാണ് ഈ 5 എണ്ണം ആദ്യം എടുത്ത് ചെയ്തത്. ഇത് മാത്രം കാണുന്നവർക്ക് ഉറപ്പാണ്. ഓക്സിമോറോൺ എന്താണ്? ഒരു വാക്കും അതിൻ്റെ ഓപ്പോസിറ്റും ഒരു കവിതയിൽ ഒരുമിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു ഡ്രാമയിൽ ഒരു ലൈനിൽ ഒരുമിച്ച് ഉപയോഗിക്കണം. ഉദാഹരണം, വിജയപരാജയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിജയം എവിടെ കിടക്കുന്നു, പരാജയം രണ്ടും ഓപ്പോസിറ്റ്, ഒരുമിച്ച് പറയുക. നിമ്നോന്നതങ്ങൾ, ഉയർച്ച താഴ്ചകൾ. നമ്മൾ പറയത്തില്ലയോ ചപ്പാത്തിയും മത്തിക്കറിയും, ഒരിക്കലും അലുവായും മത്തിക്കറിയും ഒരിക്കലും ചേരാത്ത കോമ്പിനേഷൻ ഒരുമിച്ച് ചേർത്ത് പറയുന്നതിനാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അത് ഒരു ലൈനിൽ അടുപ്പിച്ചടുപ്പിച്ച് വരണം. സീ വെയർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. മരണത്തിന്റെ ചുവപ്പ് നിറഞ്ഞ അൾത്താരയിൽ വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരുപോലെ രക്തം വാർക്കും. മരണത്തെക്കുറിച്ച് പറയുന്നതാണ് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത്. വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരുപോലെ രക്തം വാർക്കും എന്ന് പറഞ്ഞാൽ വിജയിച്ചവനായാലും പരാജയപ്പെട്ടവനായാലും അവസാനം മരിക്കും എന്നാണ് പറയുന്നത്. അപ്പം വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒരുപോലെ രക്തം വാർക്കും. വിക്ടർ വിക്ടിം, വിക്ടർ വിജയിച്ചവൻ, വിക്ടിം ഇരയായവൻ, പരാജയപ്പെട്ടവൻ. അത് ഓക്സിമോറോണിന് ഉദാഹരണം. ട്രയംബ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഇമ്പോസ്റ്റേഴ്സ്. ട്രയംബ് ആൻഡ് ഡിസാസ്റ്റർ കണ്ടോ, കപടനാട്യക്കാരാണ്. ട്രയംബും ഡിസാസ്റ്ററും കപടനാട്യക്കാരാണ്. ട്രയംബ് എന്ന് പറഞ്ഞാൽ വിജയം, ഇത് പരാജയം. വിജയപരാജയങ്ങളെ വിശ്വസിക്കരുത്, അവ കപടനാട്യക്കാരാണ്, എപ്പോഴാണെങ്കിലും മാറി വരാം. ട്രയംബ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആർ ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറയും, കപടനാട്യക്കാരാണ് എന്ന് പറയും. സോ ഈ ഒരു വാക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെ ഓക്സിമോറോൺ. ഇതുപോലത്തെ ഓക്സിമോറോൺ പറ്റുവാണെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അവസാനത്തെ അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം റൈമിംഗ് വേർഡ്സ് പോലെ, പക്ഷെ ഒറ്റ ലൈന് വരണം. ഒരു കവിതയുടെ ഒരു ലൈനിൽ ഒരേപോലെ തുടങ്ങുന്ന 2 കൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന 2 വാക്കുകൾ വേണം. ഒരേ കൺസണന്റ് സൗണ്ടിൽ തുടങ്ങുന്ന 2 വാക്കുകൾ. കൺസണന്റ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരം. ഇങ്ങോട്ട് നോക്ക്, ഷീ ഈസ് അവർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ഇത് കണ്ടോ, ഷീ ഈസ് അവർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. വേറൊരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട് ഇതിനകത്ത്, പറയാമോ? അലിട്രേഷൻ അവിടെ നിൽക്കട്ടെ, നമ്മൾ പഠിച്ച ഒരെണ്ണമുണ്ട്, ഷീ ഈസ് അവർ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ജീവിച്ചിരിക്കുന്ന സ്നേഹമാകുന്ന വെളിച്ചമാണ് അവൾ എന്ന് പറയുമ്പം അത് മെറ്റഫറാണ്. ഷീ ഈസ്, അമ്മയെക്കുറിച്ച് പറയുമോ? ലൈറ്റ് ഓഫ് ലവ് ഞാൻ പറയുന്നു അലിട്രേഷനാണ്. എന്തുകൊണ്ട്? ലാ സൗണ്ട് ആവർത്തിച്ച് വരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ല് സൗണ്ട്, എൽ എന്ന് പറയുന്ന സൗണ്ട്. ഇങ്ങനെയാണ് ഫൊണറ്റിക്സ് എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നത്. എൽ സൗണ്ട് ആവർത്തിച്ച് വരുന്നു. ലാല ഇതുണ്ടോ, വാർപ്പ് ആൻഡ് വൂഫ്, വാ സൗണ്ട് ആവർത്തിച്ച് വരുന്നു. കണ്ടോ? മ സൗണ്ട് ആവർത്തിച്ച് വരുന്നു. മൈ മാസ്റ്റർ. ലവർ ആൻഡ് ലൈസ്, ല് സൗണ്ട് ആവർത്തിച്ച് വരുന്നു. കണ്ടോ? ലാ സൗണ്ട്, മാ സൗണ്ട്, വാ സൗണ്ട്. വാർപ്പ് ആൻഡ് വൂഫ്, ഊടും പാവും എന്ന അർത്ഥം വാർപ്പ് ആൻഡ് വൂഫിൻ്റെ. ലൈറ്റ് ഓഫ് ലവ്, ആൻഡ് ചേർത്ത് വരാം, ഇടയ്ക്ക് പ്രിപ്പോഷൻ വരാം. ഇവിടെ ആൻഡ് വന്നാലും കുഴപ്പമില്ല, ഓഫ് വന്നാലും കുഴപ്പമില്ല, അടുപ്പിച്ച് വന്നാലും കുഴപ്പമില്ല.
ആൻഡ് ചേർത്താണ് സാധാരണ ചേർക്കുന്നത്. ഒരു ലൈനിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ. ഇപ്പം മൈ മൈൻഡ്, മൈ മാസ്റ്റർ, മൈ മൈൻഡ്. ഇത് കണ്ടോ, ഇവിടെ മ രണ്ടിൽ കൂടുതലും വരാം. 2, 3, 4 ഒക്കെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. കൺസണന്റ് സൗണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിക്കണം. മ, ല, ക, കായ്ക്ക, ഗായിക്ക ഇല്ലേ, അതാണ് ഈ വ്യഞ്ജനാക്ഷരം. ക, പ, ത അങ്ങനെയൊക്കെ വരുന്നത്. അത് ആവർത്തിച്ച് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. അപ്പം മറക്കണ്ട, സിമിലി ഉപമയാണ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഉപമയല്ല. എന്താണ്? മൈ ലവ് ഈസ് എ റെഡ് റോസ്. ഈസാമാർ വാസ് വേർ വരുന്നത്. പെഴ്സോണിഫിക്കേഷൻ, മനുഷ്യനല്ലാത്തതിനെ മനുഷ്യരൂപം കൊടുക്കുക. ഹിസ്, ഹെർ എന്നൊക്കെ പറയും. അടുത്ത ഓക്സിമോറോൺ, ഒരു വാക്കും അതിൻ്റെ ഓപ്പോസിറ്റും. അവസാനത്തെ അലിട്രേഷൻ, റെപ്പറ്റീഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട് ഈസ് കാൾഡ് അലിട്രേഷൻ. പഠിച്ചു വെക്കുക. അവസാനിക്കുന്നില്ല. ഈ ക്ലാസ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ്സോട്ട് വരൂ. വെറുതെ ക്ലാസ് തന്നിട്ട് കാര്യമില്ലല്ലോ. ഫ്രീ ആയിട്ട് ക്ലാസ് തരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ് തരൂ. തൽക്കാലത്തേക്ക് വിടവാകുന്നു. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിപ്സുകൾ ഉൾപ്പെടുത്തുന്ന ബുക്കാണ്. നിങ്ങളിപ്പോൾ ടീച്ചേഴ്സ് ആകുമ്പോൾ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് ഗ്രാമറൊക്കെ പഠിപ്പിക്കാം. വളരെ സിമ്പിളാണ്. 600ഓളം ഇംഗ്ലീഷ് ടിപ്സുകൾ എല്ലാ ഗ്രാമറും അതിനകത്തുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 9847928178 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ചെയ്താൽ മതി, അയച്ചു തരാം. താങ്ക് യു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.